അതിപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിനെതിരെ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചു. ഭയങ്കര വിഷമത്തിലാണ് പുള്ളിക്കാരത്തി, കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഞങ്ങളെ വിളിച്ചത്. ഇത്രയും ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറയാനായിട്ട് എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഒന്നുമില്ല. പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു. അത് ഞാൻ ഫസ്റ്റ് പോകുന്നതല്ല ഇവർ പറയുന്നത്. പിറ്റേന്ന് ഇവരെന്നെ ഈ സരിത എന്നെ മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പോയി ഹാജരാകണമെന്ന് പറഞ്ഞാൽ അയാൾ 11 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുകയും ചെയ്തു. പിറ്റേന്ന് ഞായറാഴ്ച അയാൾക്ക് ജാമ്യം കിട്ടൂല എന്ന് തോന്നുന്നു. ജാമ്യം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം, ചിറയൻകീഴ് പഞ്ചായത്ത് ഓഫീസിലാണ് വൈസ് പ്രസിഡന്റ് സരിത മേഡത്തിൻ്റെ കൂടെ നമ്മൾ ഇരിക്കുന്നത്. ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത ചെയ്തായിരുന്നു. ഒരു വീട്ടമ്മയെ കതക് ചവിട്ടി തുറന്ന് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ വീട്ടമ്മ മുളക് പൊടി എറിഞ്ഞ് രക്ഷപ്പെട്ടെന്ന ഒരു കേസായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തു. പ്രതി ഇപ്പോൾ ജാമ്യത്തിലാണ്. അപ്പോൾ ആ ഉമ്മയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ചെന്നത്. അപ്പോൾ ഉമ്മ പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ ഓഫർ ചെയ്തു, CI ഓഫർ ചെയ്യുന്നതൊക്കെ അവർ ഞങ്ങളോട് പറഞ്ഞു. അതിനുശേഷമാണ് വൈസ് പ്രസിഡന്റ് ഞങ്ങളെ വിളിക്കുന്നത്. ഇതിൽ യാതൊരു പങ്കുമില്ല. അദ്ദേഹം അവരെ വിളിച്ചു, ഉമ്മയെ വിളിച്ചു എന്നുള്ള വാസ്തവമാണ്. പക്ഷേ അത് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ആ പ്രതിയുടെ മകൻ്റെ കല്യാണവും മറ്റും ആയിരുന്നു. അപ്പോൾ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി അത് കാണണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചത്, അല്ലാതെ പൈസയൊന്നും ഓഫർ ചെയ്തിട്ടില്ല എന്നാണ് മാഡം ഞങ്ങളോട് പറഞ്ഞത്. ഏതായാലും ആ ഒരു സമയത്ത് ഞങ്ങളിപ്പം മാഡത്തിനെ കാണാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. മാഡം സരിത മേഡം ഞങ്ങളോടൊപ്പം ഉണ്ട്. മാഡം തന്നെ പറയട്ടെ. മാഡം, ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ മാഡം? ഇതിലൊരു വാസ്തവമില്ല. വാസ്തവമുള്ള കാര്യം അവർ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവരെ ഫോണിൽ വിളിച്ചിരുന്നു. അതായത് ഞാനൊരു 10 വർഷമായി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതുപോലെ വൈസ് പ്രസിഡൻറ്റുമായി സേവനം അനുഷ്ഠിക്കുന്ന ആളാണ്. കൂടാതെ ഞാനൊരു വനിതാ പ്രവർത്തകയും മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകയുമാണ്. അപ്പോൾ ഒരിക്കലും ഞാനൊരു വനിതയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു വനിതയ്ക്ക് ഒരു ഇരയ്ക്ക് ദോഷം വരത്തക്ക രീതിയിൽ ഒരിക്കലും അതൊരു പ്രത്യേകിച്ച് ഒരു വനിതയ്ക്കെതിരെ ദോഷം വരത്തക്ക രീതിയിൽ ഇന്ന് വരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടും ഉണ്ടാകത്തില്ല. ഇവരെന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ വീടിന് തൊട്ടടുത്ത്, എൻ്റെ വീടിനോട് തൊട്ടടുത്താണ് ഇതിൻ്റെ വീട്. എൻ്റെ വാർഡിൽ, ഞാനൊരു ജനപ്രതിനിധിയാണെന്ന് നേരത്തെ പറയും, എൻ്റെ വാർഡിൽ എൻ്റെ വീടിന് അടുത്തുള്ളവരാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും. അപ്പോൾ ഒരു ആവശ്യത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിളിച്ചു. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലാണ്, ഒന്ന് കൂടെ വരാമെന്ന് ചോദിച്ചാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവരോടൊപ്പം പോകേണ്ടതിൻ്റെ കടമയാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ചെന്നത്. അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം, അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞ നിസാർ, പ്രതി എന്ന് പറയുന്ന നിസാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. പക്ഷേ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ആ വാസ്തവം അയാളുടെ ഭാഗം മാത്രമല്ല, ഒരു വനിത എന്ന നിലയിൽ ആ വാദിയുടെ ഭാഗം കൂടെ കേൾക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടി സജീലയെ ഞാൻ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എവിടെയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അവരുടെ അടുത്ത് സജീല ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ സജീല പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ കാണാം. ശരി, അത്ര മാത്രമേ ഞാൻ അവരോട് ഫോണിൽ സംസാരിച്ചുള്ളൂ. അവരവിടെ വന്നപ്പോൾ അവരുടെ ഭാഗം കൂടി കേൾക്കേണ്ടത് എൻ്റെ കടമയാണെന്നുള്ളത് ഉദ്ദേശിച്ചു അവരെന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ പറഞ്ഞു. അയാൾ അവിടെ ചെന്നു, കതവ് ചവിട്ടിപ്പൊളിച്ച് ചെന്നു, അവരെ കൊല്ലാൻ കയറി പിടിച്ചു, കഴുത്തിന് കയറി പിടിച്ചു, അവർ മുളകോടി എറിഞ്ഞ് രക്ഷപ്പെട്ടു. ഈ കഥയാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഹലോ ഹലോ ഉമ്മ, നമസ്കാരം. നമസ്കാരം, ആരാണ്? ഞാൻ അന്ന് ഷൂട്ട് ചെയ്യാൻ വന്നില്ലേ വിസ്മയ ചാനലിൽ നിന്ന്? അതെ, മാരാര്. അതെ ഉമ്മ, ഒരു ചെറിയ വിഷയമുണ്ട് ഉമ്മ, അത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഉമ്മ അന്ന് പറഞ്ഞില്ലേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് 2 ലക്ഷം രൂപ ഓഫർ ചെയ്തെന്ന്? അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അദ്ദേഹം വളരെ വിഷമത്തിലാണ്. അദ്ദേഹം ഞങ്ങളെ വിളിച്ചായിരുന്നു. എന്ത് പറഞ്ഞാലും അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലാന്ന്. എന്റെ മക്കള് പറയാതെ പിന്നെ ഞാൻ എന്തിനു പറയുന്നു? അവരെന്റെ കൂടെ പറഞ്ഞതാണ് 2 ലക്ഷം രൂപ മേടിച്ച് തരാം, കേസിൽ നിന്ന് പിൻവലിയാൻ. ആ വിളിച്ച നിങ്ങളെ കൂടെ പറഞ്ഞോ അതേ ഫോൺ ചെയ്ത് പറഞ്ഞോ? എന്റെ കൂടെ പറഞ്ഞു, എന്റെ ഡയറക്റ്റ് എന്റെ കൂടെയാണ് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് പറയുന്നത്. അപ്പൊ ആ കൂടെ ആരുണ്ടായിരുന്നു? ആരും ഇല്ലായിരുന്നു. അതിപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിനെതിരെ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചു. ഭയങ്കര വിഷമത്തിലാണ് പുള്ളിക്കാരത്തി, കരഞ്ഞുകൊണ്ടൊക്കെയാണ് ഞങ്ങളെ വിളിച്ചത്. എന്ന് പറഞ്ഞാലും എന്റെ പൊന്നു മോനെ, എന്നെ അത് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വാക്ക് ഞാൻ പറഞ്ഞത്. CA പറഞ്ഞ് അതിനകത്തുള്ള ആ നമ്മള് റൂം ഡോർ തുറന്ന് അകത്ത് കയറുന്ന അതിനകത്തിരിക്കുന്ന സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് 1.5 ലക്ഷം രൂപ മേടിച്ച് തരാൻ ഇയാൾക്ക് പിന്മാറാൻ പറ്റും. സാറ് പറഞ്ഞു? പോലീസുകാരൻ പറഞ്ഞു? പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു. അപ്പൊ ഈ മാഡം പറഞ്ഞിട്ടില്ല, വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല?
പറഞ്ഞു, രണ്ടുപേരും പറഞ്ഞു. അത് ഞാൻ ഫസ്റ്റ് പോകുന്നതല്ല ഇവർ പറയുന്നത്. പിറ്റേന്ന് ഇവരെന്നെ ഈ സരിത എന്നെ മെമ്പർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ ആരാണ്? ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ചിറയൻകീഴത്തെ, സരിത എന്നുള്ള. അപ്പൊ സരിത എന്നുള്ള പേര് ആ ആൾ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യം സരിതയെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയാണ്. അപ്പൊ എന്റെ അടുത്ത് ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞതാണ് 2 ലക്ഷം രൂപ വാങ്ങിച്ചു തരാം. 1.5 ലക്ഷം രൂപയാണ് സാറ് പറഞ്ഞത്. 2 ലക്ഷം രൂപ ഇവര് മേടിച്ചു തരാന്ന് പറഞ്ഞു. അല്ല, ഏത് സാറാ പറഞ്ഞത്? തരാം. ഏത് സാറാണ് പറഞ്ഞത്? അതിനകത്തിരിക്കുന്ന സാറിന് സി ആണ്. എനിക്ക് അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞില്ല. സി ആണ് അതിനകത്തിരിക്കുന്ന. മാഡം, ഇത് പിന്നെ ഇത് ഉമ്മ ഇത് ഉറപ്പാണോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാളെ എന്താ പറയുക, രാഷ്ട്രീയവും അവരുടെ കുടുംബവും എല്ലാം കൂടെ പോകുന്നൊരു കാര്യമാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ കള്ളത്തരം പറയത്തില്ല. മേടിച്ചു തരാം അവർ എന്റെ കൂടെ പറഞ്ഞതാണ്. സാറ് പറഞ്ഞത് 1.5 ലക്ഷം രൂപ മേടിച്ചു തരാമെന്നും ഇവര് പറഞ്ഞത് 2 ലക്ഷം രൂപ മേടിച്ചു തരാമെന്നാണ് പറഞ്ഞത്. 2 ലക്ഷം രൂപ വാങ്ങിച്ച് തന്നാൽ കേസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അവരത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ എൻ്റെ അടുത്ത് കണ്ടോളൂ, പൈസ തന്ന് ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും കണ്ടോളെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത്ര രൂപയെന്ന് പറഞ്ഞാലും ശരി, ഞങ്ങളെ ഡെലിവറി പോയാൽ മതിയെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു അവർക്ക്. അല്ല, അപ്പം അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം സംഭവം വെച്ചാൽ അവരിതിനെ ഒന്ന് മാഡം ഉമ്മയെ വിളിച്ചു എന്നുള്ള കാര്യം വാസ്തവമാണ്. ഉമ്മയെ വിളിച്ചു എന്നുള്ള കാര്യം വാസ്തവമാണ്. കാരണം വെച്ചാൽ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം കണ്ട അടുത്തായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഇദ്ദേഹം ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ ഈ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് മാഡത്തിനെ ഉമ്മയെ വിളിച്ചതെന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കാശ് ഓഫർ ചെയ്തിട്ടില്ല. അതിപ്പോഴും അവർ ആ പ്രസ്താവന ഉറച്ചിരിക്കുകയാണ്. കാശ് ഓഫർ പറഞ്ഞത് ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞത് സംസാരിച്ചില്ല, കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എനിക്കൊന്ന് കാണണം. അത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ റെഡി ആവേന്ന്, അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചാണ് കാണുന്നത്, അവിടെ വെച്ചാണ് ഉമ്മ ഇപ്പോഴും അതിൽ ഉറച്ചിരിക്കുകയാണ്. കാരണം എന്റെ കൂടെ പറഞ്ഞതാണ്. 2 ലക്ഷം രൂപ മേടിച്ചു തരാം, കേസിന് പിന്മാറാൻ പറ്റുമെന്ന് ചോദിച്ചതും, സാർ 1.5 ലക്ഷം രൂപ മേടിച്ചു തരാം, കേസിന് പിന്മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഉള്ള ഉറപ്പാണ്, ഉള്ള കാര്യങ്ങൾ പറഞ്ഞത്. വാങ്ങിച്ചു തന്നാൽ പിന്മാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും വൈസ് പ്രസിഡന്റ് ഒരു വിഷം കൂടെ എടുക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനെതിരെ പോസ്റ്ററൊക്കെ അവിടെ എഴുതി വിട്ടിച്ചു. അദ്ദേഹത്തിന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണ്. അതൊക്കെ അറിഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മളെ വിളിച്ചത്. ഞാൻ എന്തായാലും ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ പുള്ളിക്കാരന്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ അവര് കേട്ടല്ലേ ഇവര് പറഞ്ഞത്. ഇവരെന്റെ പിറകെ ഞാൻ പറഞ്ഞെങ്കിൽ കേസായിട്ട് പോയാൽ മതി, ഡെലിവറി പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെന്റെ പിറകെ വന്നാണ് പറഞ്ഞത്. എന്റെ അടുത്ത് എന്റെ പിറകെ വന്നാണ്. പോലീസ് സ്റ്റേഷനിൽ ക്യാമറ കൊണ്ടല്ലോ ഉമ്മ. അപ്പൊ ക്യാമറയുടെ മുമ്പ് വെച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ എനിക്കറിയാൻ പറ്റുന്നത്. അതായത് ഞാൻ കയറി വരുന്ന ഈ വനിതാ ഇതുണ്ടല്ലോ, നമ്മൾ വനിതകൾക്ക് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടല്ലോ, മൊഴി എടുക്കുന്ന സ്ഥലം, അവിടെ എത്തുന്നതിന് മുന്നേ ഉള്ള സ്ഥലത്താണ് ഇവർ നിന്ന്. 2 പേരും കൂടെ അവിടെ നിൽക്കുകയായിരുന്നു. അവരെന്നെ വിളിച്ച് ഇങ്ങ് വാന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് എൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെന്റെ ബാക്കിൽ നിന്ന് വന്നു. ശരി, ഞാൻ എന്തായാലും വൈസ് പ്രസിഡന്റ് ഒരു വർഷം കൂടെ എടുക്കേ. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ഇപ്പം മോശം പരാമർശങ്ങളൊക്കെ വന്നു തുടങ്ങി. പോസ്റ്ററൊക്കെ ഒട്ടിച്ചു. ഭയങ്കര വിഷമത്തിലാണ് അദ്ദേഹം. ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ഒരു വർഷം കൂടി ബൈറ്റും കൂടി എടുക്കും കേട്ടോ. എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുള്ളതാണ്. അപ്പം നന്നിപ്പോ ചെറിയൊരു പോലീസ് വന്ന് എല്ലാവരുടെ മൊത്തം വന്ന് തിരക്കിയിട്ട് പോയെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു. ഞാൻ ചെന്ന കാര്യം പറഞ്ഞു. അവർ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം, എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമേ ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കൈന്നിട്ട് പറയേണ്ട കാര്യമില്ല. ഈ കാര്യത്തിൽ എനിക്ക് കൈന്നിട്ട് പറയേണ്ട കാര്യമില്ല. ഇവരെന്നെ കൂടെ പറഞ്ഞതാണ് മോന്റെ കല്യാണത്തിന്റെ വിഷയമായി നിൽക്കുകയെന്ന്. അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇതുവരെ എത്തിച്ചത്. എന്റെ മക്കളെ മുന്നിൽ ഞാൻ ചീത്തക്കാരിയായി, നാട്ടുകാരെ മുന്നിൽ ഞാൻ ചീത്തക്കാരിയായി, എന്റെ ജോലിയിലുള്ള സ്റ്റാഫുകളുടെ മുന്നിൽ ഞാൻ ചീത്തക്കാരായി. അതുകൊണ്ട് തന്നെ എനിക്കിത് ഡിഗ്രി മുന്നോട്ട് പോയേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധം പിടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധം പിടിച്ചത്. ശരിയമ്മ, ഞാൻ വിളിക്കാം. ശരിയമ്മ. ഓക്കെ, ശരി. അവരെപ്പോഴും ആ ഒരു ഇതിൽ ഉറച്ചിരിക്കും. അത് ആരോ പറഞ്ഞു കൊടുത്ത സൂത്രമാണ്, കള്ളത്രമാണ്. ഞാൻ ഇതേ നിമിഷത്തെ പോലീസ് സ്റ്റേഷൻ അറിയാലോ സാധാരണ. ഈ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷന്റെ ആ ക്യാബിൻ ഫസ്റ്റ് ഇരിക്കുന്നിടത്താണ് ലേഡി അവരിരുന്ന് എഴുതുന്നത്. വനിതാ പോലീസ് കുറ്റം ചെയ്യുന്നത്. അതിന്റെ തൊട്ടിപ്പുറത്ത് ഇവിടെ ഭാര്യയെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ഈ കയറുന്ന എൻട്രൻസിലാണ് നിന്ന് ഞങ്ങൾ സംസാരിച്ചത്. ഇവർ പറഞ്ഞതുപോലെ അവരെ ഞാൻ വിളിച്ചു എന്നുള്ളത് സത്യമാണ്.
അവർ ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരി, അപ്പോഴും ഞാൻ നിർത്തി. പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് പ്രതിയുടെ ഭാര്യ എന്നോടൊപ്പം അവിടെ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ CCTV പരിശോധിച്ചാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമാണ് ഞാൻ നിന്ന് സംസാരം. അപ്പോൾ പറഞ്ഞു, പിന്നെ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ വേണ്ടാന്നോ ഒരു കാര്യമോ അവരോട് സംസാരിച്ചില്ല. ശരി, നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർ പോയി അപ്പോഴും തന്നെ അവർ അവിടെ വനിതാ പോലീസിൻ്റെ അടുത്ത് പോവുകയും വനിതാ പോലീസ് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു. നമ്മൾ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുകയും ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് പിന്നെ കാപ്പിയോ ഇതൊക്കെ മേടിച്ചു കൊടുക്കാൻ പോലീസ്, അതിനാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. അവർ തലേ ദിവസം, അതായത് ഇവർ വെള്ളിയാഴ്ച കേസ് കൊടുത്തു, വെള്ളിയാഴ്ച വൈകിട്ട് ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. ശനിയാഴ്ച അവരെ പോലീസുകാർ അയാളുടെ ശനിയാഴ്ച രാവിലെയാണ് പോലീസ് വിളിച്ചതെന്ന് പറഞ്ഞ് പോലീസ് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ പോയി അവിടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ഞാനാണ് അയാളടുത്ത് പറഞ്ഞത്. പോയി ഹാജരാകണമെന്ന് പറഞ്ഞ് അയാൾ 11 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാകുകയും ചെയ്തു. പിറ്റേന്ന് ഞായറാഴ്ച അയാൾക്ക് ജാമ്യം കിട്ടൂല എന്ന് തോന്നുന്നു, ജാമ്യം കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച അയാളെ കോടതിയിൽ ഹാജരാക്കി അയാൾക്ക് ജാമ്യം കിട്ടി പുറത്തു വരികയാണ് ചെയ്തത്. അതിൽ യാതൊരു ഇടപെടലും ഞാൻ നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. പ്രതി ഈ വാദി പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. ഞാൻ ഒരിക്കലും അത് 2 ലക്ഷം രൂപ അവരിൽ നിന്ന് വാങ്ങിച്ച് നൽകാമെന്ന് ഞാൻ പറയേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അത് ഈ പ്രതിക്ക് പ്രതിയുടെ ഭാര്യയും മക്കളും താമസിക്കുന്ന വീട് ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. അതായത് ഈ പ്രതിക്ക് വേണ്ടി തന്നെയാണ് ഒട്ടേറെ കടങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടാതെ അല്ലാതെ കുടുംബപരമായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയൊക്കെ ആവശ്യത്തിനായിട്ട് അവർ കടങ്ങൾ വാങ്ങിച്ച് ബാങ്കിൽ അത് ജപ്തിയില്ല, വീട് വരെ ജപ്തിയിലാണ്. അവരെങ്ങനെയാണ് ഈ പൈസ അവരെ നിന്ന് മേടിച്ച് ഞാൻ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇദ്ദേഹത്തിന് ജാമ്യത്തിൽ എടുക്കാനുള്ള പൈസ പോലും ഞങ്ങൾ കുടുംബശ്രീന്ന് ലോണായി കൊടുത്താണ് ഈ ജാമ്യത്തിന് വക്കീലിന് കൊടുക്കാനുള്ള പൈസ. അദ്ദേഹത്തിന് ഈ ജാമ്യം എടുക്കുന്നതിന് വക്കീൽ ഓഫീസിൽ കൊടുക്കാൻ പൈസ ഇല്ലാന്ന് ചേച്ചി പറഞ്ഞു. എനിക്ക് എങ്ങനെയും 10,000 രൂപ നമ്മുടെ ഇതിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്താണ് ചേച്ചിക്ക് ഞങ്ങൾ 10,000 രൂപ കൊടുത്തത്. ഇത്രയും ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയാനായിട്ട് എനിക്ക് തലയ്ക്ക് സുഖമില്ലാതെ ഒന്നുമില്ല. അതെനിക്കാണ്. അത് അവരെന്തോ രാഷ്ട്രീയ ലാഭമാണ് അതിന്റെ പിന്നിലുള്ളത്. അതിന്റെ പിന്നിൽ ആരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യം ശരിയായിരിക്കുമ്പോ പിന്നെ നമ്മൾ അത് തന്നെ ശരിയായില്ലേ? അല്ല, അതാണ് അവര് പറഞ്ഞത്. മരിക്കാറന്ന് പറഞ്ഞത് കോടതി മാരാരെന്ന് പറഞ്ഞത് അതില് പറഞ്ഞത് ഞാൻ കേട്ടത്, അതായത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പോലീസും ഒക്കെ പൈസ പോലീസ് ഓഫീസറും പൈസ വാഗ്ദാനം ചെയ്തു എന്നും അപ്പോഴവര് കോടതിയിൽ അവർക്ക് നീതി കിട്ടിയില്ലെന്നുമാണ്. അവരുടെ നീതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വാഭാവികമായിട്ടും നമ്മളൊരു കേസ് കൊടുത്താൽ പോലീസ് കേസെടുക്കും, കേസ് അന്വേഷിക്കും. അയാളെ ഈ പറഞ്ഞ കേസുകളാണെങ്കിൽ അയാളെ അപ്പോഴും തന്നെ റിമാൻഡ് ചെയ്ത് കോടതിയിലാക്കും. എത്രയോ നീചമായ സംഭവമാണ് അവിടെ നടന്നത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഞാൻ അപ്പോഴും തന്നെ ഈ കേസ് എൻ്റെ അടുത്ത് ഈ പ്രതിയുടെ വൈഫ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ചേച്ചി ഇത് ഭവനവേദനവും സ്ത്രീപീഡനവുമാണ്, ഇതിന് കൃത്യമായ ശിക്ഷ അനുഭവിച്ചാലേ പറ്റുള്ളൂ. അയാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടുള്ളൂ, അപ്പം തന്നെ നിങ്ങൾ അയാൾ അവിടെ ഹാജരാകാൻ പറയണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ സംഭവിച്ചു അതോ എനിക്ക് സ്വാഭാവികം, എനിക്കറിയത്തില്ല അങ്ങനെ സംഭവിക്കും. ഞാൻ കണ്ടു അവരെ വീട്ടിൽ കുറച്ച് പൂച്ചകൾ മാത്രമേ കൂട്ടിനുള്ളൂ, വേറെ ആരും. അതൊക്കെ ശരിയായിരിക്കാം. അതിലൊന്നും എനിക്ക് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ ചിലപ്പോൾ ഇതിനേക്കാളും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതൊരു സ്ത്രീക്കും ന്യായം കിട്ടണം, നീതി കിട്ടണമെന്ന് മാത്രമേ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകയും കൂടിയാണ് ഞാൻ. ഏതായാലും മാഡം അത് നിഷേധിക്കുകയാണ്. കാരണം മാഡം വിളിച്ചു എന്നുള്ള കാര്യമൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ കാശ് വാങ്ങിച്ചു കൊടുക്കാൻ അവരുടെ വീട്ടിൽ കാശൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട ഫാമിലി എന്നാണ് പറയുന്നത്. മാഡം നിഷേധിക്കുകയാണ്. അവരിപ്പോഴും ഉമ്മ ഇപ്പോഴും ആ ഒരു പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും കാലമൊക്കെ തെളിയും കാര്യങ്ങളൊക്കെ. സത്യം എന്തായാലും അതൊരു എത്ര ചാരത്തിനകത്ത് കിടന്നാലും ഒരു നാൾ അതിൻ്റെ ചാരം നീക്കി അതിൻ്റെ പ്രകാശം പുറത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. കാരണം വെച്ചാൽ മാഡത്തിനെതിരെ ഇപ്പോൾ ഇവിടെ പോസ്റ്ററൊക്കെ ആൾക്കാരൊക്കെ എഴുതി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞാനതിൽ കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമമായിപ്പോൾ. കാരണം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും സ്ത്രീയാണ്, അവർ പരിഗണനകളും കൊടുക്കുക. സത്യം പുറത്ത് വരുന്നവരെ ആ പരിഗണന മാഡത്തിന് കൊടുക്കുക. വിസ്മയത്തിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.